നേരിട്ട് കൊടുത്തതിന് വീഡിയോ അല്ല, ഫോട്ടോ സൈഡിൽ വയ്ക്കാം. മൂപ്പരെ ഫോൺ വിളിച്ചതിൻ്റെ ഒരു ഫോൺ കോളിന്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? എന്റെ എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. വയനാട് ദുരന്തം നടന്ന സമയത്ത് കേരളക്കരയുടെ മലയാളികളുടെ ഒരു സ്നേഹവും കരുതലൊക്കെ നമ്മൾ കണ്ടതാണ്. വീട് നഷ്ടപ്പെട്ട, കുടുംബക്കാരെ നഷ്ടപ്പെട്ട, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യന്മാരെയും ചേർത്ത് പിടിക്കാൻ നമ്മൾ മലയാളികൾ വളരെയധികം ഉത്സാഹത്തോടു കൂടെ ഓടി നടക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പലതും നമ്മൾ ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വീട് വെച്ച് കൊടുക്കാമെന്ന് പല ആളുകളും പറഞ്ഞു. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകി. വസ്ത്രങ്ങളാവട്ടെ, അങ്ങനെ ചില കടയുടമകളൊക്കെ അവരുടെ മൊത്തത്തിൽ വസ്ത്രത്തിന്റെ ഷോറൂം അങ്ങനെ തുറന്നു കൊടുക്കും, എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അത്രത്തോളം നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് കരുതൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലും ചില മനുഷ്യന്മാരുണ്ടായിരുന്നു, മനുഷ്യത്വത്തെ പറയിപ്പിക്കുന്ന ചില രീതിയിലുള്ള മനുഷ്യന്മാർ. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഒരു അമ്മ വീഡിയോ ഇട്ട സമയത്ത്. അതായത് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മെൻറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്തായാലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രത്തോളം മനുഷ്യത്വം ഒഴുകുന്ന ഈ ഒരു സമയത്ത്, മനുഷ്യത്വമില്ലായ്മ കാണുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി അത് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പം ഒരു അമ്മയുടെ മുലപ്പാൽ എന്നൊക്കെ പറയുന്നത് തന്നെ അത്രയും പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരമ്മ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് തൻ്റെ കുഞ്ഞിന് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊരു ആളുടെ കുഞ്ഞിന് കൊടുക്കാൻ റെഡി ആവുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മയുടെ മനസ്സ് അത്രത്തോളം വലുതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു അമ്മയെ, ഒരു മലയാളത്തിലെ ഒരു അമ്മത്വം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു മാതൃത്വം എന്ന് പറഞ്ഞ ഒരു ഫീലിങ്ങിനെയാണ്, എല്ലാ മാതൃത്വങ്ങളെയാണ് ഈ ഒരു മനുഷ്യൻ ഇല്ലാണ്ടാക്കി കളഞ്ഞത്, അല്ലെ ഇല്ലാണ്ടാക്കി കളയാൻ ശ്രമിച്ചത് എന്ന് വേണേൽ നമുക്ക് പറയാം. ഒരു മാതൃത്വം, ഒരു സ്നേഹം, അതിനെയാണ് എന്താ അയാൾ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും മോശം സംസ്കാരമുള്ള അയാൾ എനിക്കും വേണം എന്നത് പറയുമ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചോദിച്ച ഒരു ചോദ്യം വളരെ മ്ലേച്ഛകരമായ രീതിയിലാണ് അയാൾ അതിനെടുത്തതെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സീക്രട്ട് ഏജന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോന്റെ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാം, ശേഷം നമുക്ക് തിരിച്ചു വരാം. സോഷ്യൽ മീഡിയ ഇന്നലെ ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു കമന്റാണ്, ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ വൈഫ് റെഡിയാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇട്ട കമന്റാണ്. ഇത് ഭയങ്കരമായിട്ട് വൈറലാവുന്നു, സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു, ന്യൂസ് ചാനലുകൾ ഏറ്റെടുക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ, ഇതിനടിയിൽ FBയിലൊക്കെ വന്ന ഒരുപാട് വൾഗർ കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സിൽ കുറേ പേരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ കണ്ടുപിടിച്ച് പഞ്ഞിക്കിട്ട്. പക്ഷെ അതിലും വലിയൊരു കോമഡി ഞാൻ അവിടെ കാണിച്ചു തരാം. ജോർജ് KT എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഏത് ആ ദുരന്ത ഭൂമിയിൽ അനാഥരായ ഒരുപാട് പിഞ്ചു കുട്ടികളുണ്ട്. അവർക്ക് മുലപ്പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട ആ ഒരു പെർട്ടിക്കുലർ കമന്റ്, അതിൻ്റെ ഒരു വാല്യൂ പോലും മനസ്സിലാക്കാതെ എനിക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോർജ് KTക്ക് നല്ല രീതിയിൽ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ണൂരുള്ള ആൾക്കാർ. അറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് പാല് കുറേ കാലത്തിന് വാങ്ങണ്ട, പാലുള്ള മൂപ്പർക്ക് ആവശ്യം. ചായക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പാലടക്കം ഇടിച്ച് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി പോയി നിന്ന് കൊടുത്താൽ മതി, മൂപ്പര് ഉരുകി പാലായിക്കോളും. ഒരു ഉളുപ്പില്ലാതെ എനിക്കും വേണം എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ, അയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മുലപ്പാല്, മാതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മഹത്തായിട്ടുള്ള, അത്രയും പ്യുവറായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ലോകത്ത് തന്നെ. കാരണം ഒരു കുഞ്ഞിനും ഒരു അമ്മയ്ക്കും ഇടയിലുണ്ടാവുന്ന ഒരു ബന്ധം, അത് ദൃഢപ്പെടുത്തുന്ന എന്തോ അതാണ് ഈ ഒരു മുലപ്പാൽ അല്ലെങ്കിൽ പാലൂട്ടുക എന്നുള്ളത്. അത് മറ്റൊരു കുഞ്ഞിന്, മറ്റൊരു അമ്മയുടെ, മറ്റൊരു സഹോദരിയുടെ കുഞ്ഞിന് അത് ഓഫർ ചെയ്യാന്ന് പറയുമ്പോൾ അത്രത്തോളം സ്നേഹവും അത്രത്തോളം കരുതൽ അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, കുറച്ച് അധികം ഫൈനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ ചെയ്ത സമയത്ത് ആ ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും സഹായമാവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതിനെയാണ് ചില വൃത്തികെട്ട മനുഷ്യന്മാർ അതിന് വേറെ രീതിയിൽ വളച്ചൊടിച്ചത്. എന്തായാലും അയാൾക്ക് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട്. കാരണം മനുഷ്യരല്ലേ, കേരളക്കാരല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കില്ല. നമ്മൾ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ കേരളക്കാരെ എല്ലാവരും ഒരുമിച്ചാണ്.
അപ്പം എന്തായാലും അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നേരിട്ട് കൊടുത്തതിന് വീഡിയോ അല്ല, ഫോട്ടോ സൈഡിൽ വെക്കാം. മൂപ്പരെ ഫോൺ വിളിച്ചതിൻ്റെ ഒരു ഫോൺ കോളിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ വെക്കാം. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും കാട്ടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി ഇരിക്കുവാണിപ്പോ. വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയാൻ. അബദ്ധം ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ എന്റെ സമയം നോട്ട് കൊണ്ട് അവിടെ ഞാൻ ഇങ്ങനെ ആളെ പോസ്റ്റാണെന്ന് പോലും ഞാൻ കണ്ടില്ല. ഇന്നാണ് മനസ്സിലായത് ഇന്ന ആളാണ് ഈ പോസ്റ്റ്. എങ്ങനെയുണ്ട്? സമയദോഷം കൊണ്ട് പറ്റിപ്പോയതാണ് എന്നുള്ളത്. എന്താണെങ്കിലും കിട്ടേണ്ട പാലൊക്കെ ലിറ്റർ കണക്കിന് മേടിച്ച് ജോർജ് കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡായിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് അറഞ്ചം പൊറഞ്ചം അയാളെ ചീത്ത പറഞ്ഞു. കുറേ പേര് വീട്ടിലേക്ക് പോയിട്ട് അയാളെ തല്ലി. ഇഷ്ടംപോലെ പാൽ അയാൾക്ക് കിട്ടിക്കാണും. കാരണം ഇനി മേലാൽ അയാളുടെ ജീവിതത്തിൽ പാലിന് വേണ്ടി ചോദിക്കുന്നുണ്ടാവില്ല. അത്രയും വൃത്തികെട്ട മാനസിക രോഗി എന്ന് തന്നെ പറയും. ഈ ഒരു സമയത്തും സെക്ഷലായിട്ട് ചിന്തിക്കാനുള്ള അയാളുടെ ഒരു ചിന്താഗതിയെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് മറക്കുന്ന രീതിയിലാണ് അയാൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും അയാൾക്ക് വയറ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക, പാല് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു അമ്മയെയും അതുപോലെ തന്നെ ആ അമ്മയുടെ ഭർത്താവിനെയും പറയാതിരിക്കാൻ വയ്യ. അവർ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുടുംബമാണ്. പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന ആളുകളാണ്. അവരുടെ കുഞ്ഞിന് 4 മാസം അങ്ങാണ്ടോ പ്രായം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ പാല് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് വന്നത്. അങ്ങനെ അവർ വളരെ നേരത്തെ തന്നെ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 1-2 കോൾസൊക്കെ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു അമ്മയെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനെയും കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു സ്ത്രീയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവരെ അമ്മ തന്നെയാണ്. ആ ഒരു അമ്മയെയും അവരുടെ ഭർത്താവിനെയും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അവരൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു അമ്മയെ തേടി സോഷ്യൽ മീഡിയ ഒരുപാട് നടന്നിട്ടുണ്ട്. മീഡിയ വണ്ണിൽ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു അമ്മയാണല്ലോ. അപ്പം എൻ്റെ കുഞ്ഞ് വിശന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കരഞ്ഞാൽ നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും. അപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാനതേ വിചാരിച്ചുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. മോന് 4 മാസം പ്രായം. അപ്പോൾ ഫെബ്രുവരിയിലാണ് അല്ലേ നിങ്ങളായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത് അല്ലേ? അതെ അതെ അതെ, ഞാനായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ്. അപ്പം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് പിന്നെ പറയുന്ന ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ്. ഒരു 5 മിനിറ്റ് അതിന് വിശപ്പടക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പരിധിയുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന്. എന്നിരുന്നാലും അമ്മയുടെ മുലപ്പാലിൻ്റെ അത്രയും വരില്ലല്ലോ. അപ്പോൾ ഒരാളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് വന്നത്. ഈ പോസ്റ്റ് വന്നതിന് ശേഷം അവിടുന്ന് വിളിക്കുകയാണോ ചെയ്തത്? ഇങ്ങനെ ആവശ്യമുണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്? അതെ അതെ അതെ, രണ്ടുപേർ എന്നെ വിളിച്ചിരുന്നു അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ യാത്ര തിരിച്ചത്. ഇല്ല, രാവിലെ പോകത്തുള്ളായിരുന്നു. എത്ര മണിക്ക് പോകുന്നു? ഞങ്ങൾ 12 മണിയാകും പോകുന്ന. ഡ്രൈവറാണോ? അതെ 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 അതെ. ഓക്കെ, അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ വളരെ സന്തോഷമുള്ള കുറേ വിഷ്വൽസും അതിലേറെ സന്തോഷമുള്ള വിഷ്വൽസാണ് ജോർജിനെ പോലുള്ളവർക്ക് 2 കിട്ടിക്കാണുന്നത്. ഈ ഒരു അമ്മ, ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്നത്, അമ്മ റെഡി ആയി കഴിഞ്ഞാൽ ഭർത്താവും കൂടെ അതിന് റെഡി ആവണം അല്ലേ? അപ്പോൾ അവർ 2 പേരും റെഡിയായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. എന്ത് പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ കേരളക്കാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സഹായിക്കുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം ഇതിൽ അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല, ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമാണ്. ഒരു 5 മിനിറ്റ് നേരെ ഒരു കുഞ്ഞ് വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസം നമുക്കറിയാം. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, ഇപ്പം കുട്ടികൾക്ക് ഫീഡിങ് തുടങ്ങുക, അതായത് പുറത്തുനിന്നുള്ള വീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുക,
6 മാസം കഴിഞ്ഞതിന് ശേഷം. 6 മാസം വരെ ഒരു കുഞ്ഞു മുലപ്പാൽ മാത്രം കുടിക്കുമെന്നായിരിക്കും. വയനാട്ടിലെ തലേ ദിവസം വരെ ഉമ്മാൻ്റെ പാല് കുടിച്ചിരുന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് അത് കിട്ടുന്നില്ല എന്നാവുമ്പോൾ കുട്ടികളല്ലേ, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് പാലിന് വേണ്ടി എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു കരച്ചിലും ഇത് അവർക്ക് എന്താ പറയുക, അതില്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിത്തിരി പാലിൻ്റെ മധുരം നൽകാൻ വേണ്ടിയിട്ടാണ് അത്രയും ദൂരം താണ്ടിയിട്ട് ആ ഒരു അമ്മയും അവരുടെ ഭർത്താവും കുഞ്ഞുങ്ങളും അവിടെ എത്തിയത്. അതിനൊരു വലിയ സല്യൂട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവർ മാത്രമല്ല കേട്ടോ, വേറെയും ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെയും ചില മുസ്ലിം സ്ത്രീകളും ഒക്കെ ഇതിന് തയ്യാറായിക്കൊണ്ട് പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈയൊരു എന്താ പറയുക, ഈയൊരു പ്രത്യേക വൈകാരിക നിമിഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനിയും നമ്മൾ ചെയ്യും. ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ആരെയും ഒഴിവാക്കില്ല എന്നുള്ളതാണ്. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ രാഷ്ട്രീയം പറഞ്ഞിട്ടും അതുപോലെ തന്നെ മതം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് ഹിന്ദു ആണോ, മുസ്ലിം ആണോ, RSS ആണോ, അതല്ല BJP ആണോ, കോൺഗ്രസ് ആണോ, ലീഗാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അവരെ സഹായിക്കുന്നത്. എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കും. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന് ആകെ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ. ആ ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ ഭാഷ തന്നെയാണ്. അതിന് വേറൊരു ഭാഷയില്ല. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളൊരു വികാരം, കേരളക്കാരൻ എന്നുള്ള വികാരം, അത് നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാം മറന്നിട്ട് നമ്മൾ മുന്നോട്ട് വരുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ വയനാട് നമ്മളുടെ ഒരു സഹായവും നമ്മുടെ കരുതലും നമ്മുടെ സ്നേഹമൊക്കെ കൊണ്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം. സഹായിച്ച ആളുകൾക്കും അതുപോലെ തന്നെ സഹായിക്കാൻ ഇനിയും ആഗ്രഹിക്കുന്ന ആളുകൾക്കും എല്ലാവരോടും ഒരുപാട് സന്തോഷം മാത്രം. അപ്പം അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചന്ദ്രൻ.